ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, അപ്പൊ നമ്മൾ ആറ്റുനോറ്റി ഏതായാലും ഇൻഷാ അല്ലാ. അപ്പം മോനുവിനായിട്ട് ഇതാ മോനു കണ്ടെങ്കിൽ വേഷം ഒക്കെ കെട്ടി നമ്മളെ മോലിയാരും വേഷമൊക്കെ കെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ പിന്നെ നമ്മളെ എന്താണ് നമ്മളെ സ്ഥലത്തിന്റെ പേര് കൊടിഞ്ഞി പള്ളിനോട് ബന്ധപ്പെട്ട അവിടെ കോളേജ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനോട് ബന്ധപ്പെട്ട് അങ്ങോട്ട് പോവുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. ഉമ്മ പോരില്ല എന്ന് പറഞ്ഞ് ഉമ്മക്ക് അവിടെ ആക്കിയിട്ടുണ്ട് പോരുമ്പോൾ ഒരു വിഷമം. അപ്പോൾ ഞാൻ കൊണ്ടുവരാൻ പോകുന്നുണ്ട് ഇല്ലമ്മ. ഉമ്മ പോരാനെ അവിടെ ആക്കിയിട്ട് ഞാൻ എങ്ങനെ എൻ്റെ കുട്ടീൻ്റെ പോരാനാണ്. ഉമ്മ പോരുന്നില്ല. അപ്പോൾ അതാണ് മോളൂസ് ഉണ്ടാ ഇല്ലല്ലോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നത് ഓനക്കുള്ള ബ്രേക്കേഴ്സ് പറഞ്ഞ റെഡിയാണ്. പിന്നെ ഇപ്പോൾ ഒരു ബക്കറ്റ് നേരത്തെ കാണിച്ചിട്ടുണ്ടാവും. ബക്കറ്റ് കോപ്പി ഇതാണ്. ബാക്കി സാധനമൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. പൊന്നില്ലല്ലോ ഇല്ല. അപ്പോൾ ഞങ്ങളിതാ മോനനാക്കളെ കുടുങ്ങി ആ പള്ളി കോളേജിനോട് ബന്ധപ്പെട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ആ പള്ളി അതിനോട് ബന്ധപ്പെട്ട എൻ്റെ കോളേജ് കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ. അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, ഇഷ്ടപ്പെട്ടവർക്ക് ലൈക്ക് ചെയ്യുക. അമ്മ പോവാ ഞങ്ങൾ പോട്ടെ. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നമുക്ക് കേട്ടോ. പോവട്ടോ. അപ്പൊ ഞങ്ങളിതങ്ങനെ പോവണിതാ നമ്മളെ ആറുവരിപ്പാതയോട് ഇങ്ങനെ നമ്മളെ വെന്നിയൂർ കൂടി ഇങ്ങനെ പോവാ അല്ലേ. ഇൻഷാ അല്ലാ. മോൻ ഇരിക്കണുണ്ടല്ലോ ഞങ്ങള് എന്താ രസം, ഒരു മുത്താലിം തന്നെ ആയിക്കൊണ്ടാണ് ഇരിക്കണത്. അപ്പൊ ഇൻഷാ അല്ലാ നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം. ഈ പഠനം മുന്നോട്ട് പോയി വിജയിക്കട്ടെ എന്നതിൽ പ്രാർത്ഥിക്കണം. എന്താ പറയാനുള്ളത്? ഇമ്മ പോരാന്ന് പറഞ്ഞിരുന്നു. ഇമ്മക്ക് ലാസ്റ്റ് ഇമ്മ പറഞ്ഞ് ഞാൻ ഓനെ കൊണ്ടുവരാൻ പോവാ നമുക്ക് പെരുന്നാളാകുന്ന സമയത്ത്. എനിക്ക് ഓനെ അവിടെ ആക്കിയാണ്ട് പോരാൻ കഴിയൂല. എന്ന് പറഞ്ഞാണ്ട് ആള് സങ്കടപ്പെട്ടാണ് ആള് പോന്നില്ല. ആദ്യം രാവിലെ എപ്പോഴാ നമ്മള് പോണേ എപ്പോഴാ ഇറങ്ങണെന്ന് ചോദിച്ചിരുന്ന ആളാണ്. പിന്നെ ആളെ മനസ്സ് മാറി. ആളെ പറഞ്ഞു ഞാൻ അതിനെ അവിടെ ആക്കിയാണ്ട് പോരാൻ കഴിയൂല, ഞാൻ ഇല്ല, ഞാൻ കൊണ്ടുവരാൻ പോകുന്ന ആളെ അതിനെ അള്ളാഹു ആവതാക്കട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ. അപ്പൊ നമ്മള് ആറുവരിപ്പാതയോടെ ഇങ്ങനെ പോവട്ടാ. മോനോ ചായ പള്ളർച്ച കുടിച്ചില്ല? എന്നായിക്കോട്ടെ. അപ്പൊ എന്താ പറയാ, നേരം കുറച്ച് വൈകിക്കണ. 10 മണിയൊക്കെ ഞങ്ങൾ ഇറങ്ങിയപ്പോ 9 മണി നമ്മ എത്താൻ പറഞ്ഞിരുന്നു. പക്ഷെ ബാവാക്ക് പണിന്റെ കാര്യം രാവിലെ തന്നെ. അപ്പൊ എത്താൻ പറ്റിയില്ല, കുറച്ച് വൈകി എത്താനേ. അപ്പൊ ഏതായാലും ഇല്ലേ കുഴപ്പമൊന്നും ഉണ്ടാവില്ല വിചാരിക്കണേ. കാരണം അവിടെ എന്താവൊന്നും അറിയില്ല. പിന്നെ ഒന്നുകൂടി വിളിക്കണം ആണ്ടുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇനി നേരം വൈകോണ്ട് എന്താ പറയാനൊന്നും അറിയില്ലോ. അപ്പൊ ഏതായാലും വീട്ടില് എല്ലാരും നമ്മള് വീഡിയോ അത് എടുത്തിട്ടില്ല. വീട്ടിലെല്ലാരും മോനുവിന്റെ കുഞ്ഞാമ്മ ആയിക്കോട്ടെ കുഞ്ഞാപ്പ ആയിക്കോട്ടെ എല്ലാരും ടെൻഷനിലാണ്, ആകെ വിഷമിച്ചിരിക്കണേ. ഭയങ്കര ടെൻഷനിലാണ്. അതെ, വീഡിയോയില് സങ്കടത്തോടെ ഇരിക്കുന്നുണ്ട്. ഫുള്ള് കുഞ്ഞാമ്മാന്റെ അടുത്താണ് അധികവും. കുഞ്ഞാമ്മാനെയും കുഞ്ഞാപ്പാന്റെ അടുത്താണ് അധികം. മോൾട്ടിനായിട്ട് എല്ലാരും കൂടി കളിച്ചു കാണ്ടേ ഓല എവിടെ അല്ല. അപ്പൊ കുഞ്ഞാമ്മക്ക് ഭയങ്കര ടെൻഷൻ, കുഞ്ഞാപ്പാക്കും ഭയങ്കര ടെൻഷന്. അപ്പൊ ഞങ്ങള് പോവട്ടെ, ഞാൻ അവിടെ ചെന്നിട്ടുള്ള വീഡിയോ എടുക്കാം. അപ്പോ ഗേസ് നമ്മളെ മോനുവിന് ശരിക്കും അവന്റെ ആഗ്രഹപ്രകാരമാണ് നമ്മളിവിടെ കൊണ്ടാക്കുന്നത്. ഇങ്ങനത്തെ ഒരു തീരുമാനത്തിൽ എത്തിയത്. 1-2 ഇന്റർവ്യൂലൊക്കെ പരാജയപ്പെട്ടവൻ വീണ്ടും ശ്രമിക്കാൻ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ചില ആളുകളൊക്കെ പറയും കുട്ടികളെ ശല്യം തീരാനാണ് അവിടെ കൊണ്ടുപോകാൻ. അങ്ങനെ ഒരിക്കലും ഇല്ല. അവന്റെ ഒരു ആഗ്രഹം അത് നമ്മളെ സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എന്നോട് പറയണേ ഞാൻ തിങ്കളാഴ്ച ആവാൻ തോർക്കാണ്. അതെ, ഈ ഒരു രീതിയിൽ ഇപ്പൊ തന്നെ തലയിൽ കറക്റ്റ് മൂല്യന്മാര് കെട്ടുന്ന കെട്ടായില്ല എന്നൊക്കെ പറയുന്നുണ്ട്. യൂട്യൂബിൽ തലക്കെട്ട് കെട്ടണം പറഞ്ഞാണ്ട്. പിന്നെ വേറൊരു വിഷയം എന്താ വെച്ചാൽ ഓനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നീ ഒരു പഠിക്കാനുള്ള നെയ്യത്തിൽ ഇറങ്ങിയതാണ്, പരമാവധി നീ പഠിക്കാൻ ശ്രമിക്കുക. അതേസമയം എന്തെങ്കിലും രീതിയിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് കഷ്ടപ്പാടാറുണ്ടായ നേരെ ഉപ്പാന്റെ ഉമ്മാന്റെ നമ്പറിൽ വിളിക്കുക. ആ നിമിഷം അവിടെ എത്തും. ഇനി അത്രയും സാധനങ്ങൾ വാങ്ങിയില്ല, അവിടെ കയറിയില്ല, ടെൻഷൻ അടിച്ചൊന്നും എന്റെ കുട്ടി അവിടെ നിൽക്കണ്ട. ആ നിമിഷം എന്റെ കുട്ടിനെ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരും. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ പക്ഷെ ഒരു കാരണം കൂടാതെ മുടക്കി എന്റെ കുട്ടി പഠിച്ച് ഒരു രീതിയിൽ എത്തണം. അല്ലാതെ കഷ്ടപ്പെട്ട ബുദ്ധിമുട്ടിന്റെ കുട്ടിയോടെ നിൽക്കരുത്, വിളിക്കണം ഉപ്പാനെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടെ ബ്ലോക്കാണ്. എന്താ വെച്ചാല് ഇന്നെക്കാട്ടി ഓനക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഓനിപ്പോ ഇന്നെക്കാട്ടിയുടെ ഓരോന്ന് ഒരുക്കിക്കലും ഇപ്പൊ എന്താണ് എല്ലാ കാര്യം കൊണ്ടും അല്ലേ. അല്ല ഓരോ ചില ആൾക്കാര് പറയേ മക്കളെ ഇതുകൊണ്ട് കൊണ്ടാക്കണെന്നൊക്കെ. അപ്പൊ കേൾക്കുമ്പോ നമുക്ക് ടെൻഷൻ ആവില്ല. ഒരിക്കലും ഇല്ല.
മോന് പോവാ പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും സഹിക്കാൻ പറ്റൂല. കുറച്ച് ഉൾഭാഗത്ത് കൂടി ഉണ്ടാ പള്ളിക്കൊക്കെ പോവാനുള്ള വഴി. നല്ല തോട്ടം ഇതൊക്കെ ഉള്ള റോഡ് ഇവിടെ മാത്രമുള്ള കുറച്ച് കച്ചറ, അല്ലാത്തതൊക്കെ നല്ല അടിപൊളി റോഡാണ്. വീതി ഇല്ലെങ്കിലും ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കണോണ്ട് റബ്ബറൈസറാണ്. റബ്ബറൈസർ ആക്കാനാ? അല്ല, ഇവിടെ മാത്രം അല്ല, ഇവിടെ ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പുള്ളൊക്കെ റബ്ബറൈസർ അറിയാം. വീതി കുറഞ്ഞാലും ഇവിടെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ ഇങ്ങനെ മോശം റോഡ്. നമ്മളെ ഞാൻ പറഞ്ഞില്ലേ വീതി കുറവാണ്, നല്ല റോഡാന്നൊക്കെ പറഞ്ഞില്ല. ഒരു വണ്ടി എന്നാൽ വണ്ടിക്ക് സ്ഥലമില്ല. അതായത് വീടുകൾക്ക് വീട്, പക്ഷെ വീട്ടുകാരൊക്കെ നല്ല സഹകരണം ഉണ്ടാവും. എല്ലാ ഗേറ്റും ഓപ്പൺ ആക്കിട്ട് അങ്ങനെ ഇങ്ങോട്ടും കയറ്റാനൊക്കെ വേണ്ടിട്ട് ഇതിന്റെ പുറകിലാണ് പിടിക്കുക. അപ്പൊ നല്ല തോടും പാലും പാടം ഒക്കെ ഉള്ള സ്ഥലം തന്നെയാണ് നമ്മളെ കൊടിഞ്ഞിപ്പള്ളി. നമ്മളിവിടെ വണ്ടി സൈഡാക്കിയിട്ട് നടന്നു പോയൊക്കെ കണ്ടിട്ടാ. കുറച്ച് ആട് കൊണ്ടുപോവാ. അതെത്തണ്ട അറിയിക്കോ. നമ്മളിവിടെ വണ്ടിയിൽ നിന്ന് സാധനമൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. മോനോട് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഭയങ്കര അസ്വസ്ഥത പൊതുവേ ആൾക്ക് വണ്ടി കയറിയാൽ. അപ്പം ഇനി പള്ളിക്കാണ് പോകട്ടാ. നമ്മൾ കൊടിഞ്ഞിപ്പള്ളിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ അങ്ങോട്ട് ഫുള്ള് എടുക്കണില്ല. എന്താ വെച്ചാൽ നടക്കി ഇനിയിപ്പോൾ അവർക്ക് ഇവിടെ ക്യാമറ അലോഡ് ഉണ്ടോയെന്നൊന്നും അറിയില്ല. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെടുക്കട്ടാ. അപ്പം അങ്ങനെ പോവുകയാണ് ഞങ്ങൾ ഉള്ളിലേക്ക്. അല്ല സാധനം എത്ര കുട്ടികളുണ്ട്? അത് ടോട്ടലാവൂല. ആ റൂം ഇതാകുമ്പോ പെട്ടെന്ന് പൊട്ടൂലേ. രാത്രിക്കല്ലേ? ആ ബാത്റൂമൊക്കെ ഉള്ളിത്തേനുള്ളതുകൊണ്ടേ നല്ല സൗകര്യമുണ്ട്. പഴയ ഒരു ജാറാണ് തോന്നുന്നത്. ഇതിനുള്ളിൽ മൺമറഞ്ഞ് പോയ പഴയ അരുതോ ജാറാണ്. നോക്കട്ടെ, ഇപ്പം താഴെ പോകുമ്പോൾ കാണാം. കൊടിഞ്ഞിപ്പള്ളി എന്ന് വെച്ചാൽ തികച്ചും നല്ലൊരു സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്നൊരു പള്ളി തന്നെയാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രകൃതി, പച്ചപ്പ്, ചുറ്റുഭാഗങ്ങളെല്ലാം ഒന്നും പറയാനില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾ പാടം അതുപോലെ തോട് എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രത്യേക അനുഭൂതിയുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ കൊടിഞ്ഞിപ്പള്ളി. അപ്പോൾ ഇത് ഏതായാലും മോനുവിനെ കൊണ്ടുവരാൻ വന്നതല്ല. അപ്പോൾ കൊടിഞ്ഞിപ്പള്ളിയെല്ലാം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. മനസ്സിലായ പ്രത്യേക പഴയ രീതികളെല്ലാം പുതുക്കിപ്പണിഞ്ഞ നല്ല മനോഹരമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കൊന്ന് പോയി നോക്കാം നമുക്കിട്ടാ. പള്ളി കാണാൻ പ്രത്യേക ചുറുക്കൻ കേട്ടോ, ഒന്നും പറയില്ല. ഇതുണ്ടല്ലേ നിങ്ങൾ, നമ്മളൊക്കെ കൊടിഞ്ഞിപ്പള്ളി പറഞ്ഞ് കേട്ടേ ഉള്ളൂ. ഇപ്പോഴാണ് നേരിട്ട് കാണുന്നത് ശരിക്കും. അപ്പോൾ കൊടിഞ്ഞിപ്പള്ളിയിലെ ഒരു മഖാമിലാണ്, ജിഫ്രി മഖാം നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും മോനുവിനെ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പള്ളിയിൽ വന്നാണ്. ഓക്കെ, അപ്പോൾ കൊടിഞ്ഞിപ്പള്ളിയിൽ വരുമ്പോൾ നമ്മൾ ഏതായാലും ജിഫ്രി എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, ബഹു സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങൾ അവരുടെ മഖാമൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. വളരെ
പിന്നെ സ്ത്രീകൾക്കൊന്നും പൊതുവെ അങ്ങോട്ട് പ്രവേശനമില്ല എന്നൊരു ബോർഡുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ നിങ്ങളൊന്ന് അതിൻ്റെ മക്കാമും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അങ്ങോട്ട് വരുന്നത്. ബഹു സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങൾ അവരുടെ മക്കബറയാണ്. അപ്പോൾ കുടിഞ്ഞിപ്പള്ളിയിലുള്ള ബഹു സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങൾ അവരുടെ മക്കബറ നിങ്ങളെ കാണിച്ചു തരട്ടാ. നേർച്ചപ്പെട്ടിതവിടെ. അപ്പോൾ നമ്മുടെ കൊടിഞ്ഞിപ്പള്ളിയുടെ കാര്യം പറയാമെന്ന് വെച്ചാൽ നമ്മുടെ പൂർവികരൊക്കെ വളരെ പണ്ട് മുതലേ സത്യം ചെയ്യാൻ വേണ്ടി പോവാന്നൊക്കെ പറയില്ലേ, എന്തെങ്കിലും വാക്ക് തർക്കങ്ങൾ തമ്മിൽ പിണക്കങ്ങൾ വലിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടായാൽ സത്യം ചെയ്യാൻ വേണ്ടി കൊടിഞ്ഞിപ്പള്ളി പോകുമെന്ന് പറയും. അതേ കൊടിഞ്ഞിപ്പള്ളിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്, ഞാനുള്ളത്. ഓക്കെ, മാളൊക്കെ അവിടെ നിൽക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ ഇവിടെ ഒക്കെ ഒന്ന് ഉൾപ്പെടുത്താൻ വെച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന പള്ളീൻ്റെ ഉള്ളിൽ വെച്ച് അവർ എന്താണ് അവിടുന്ന് അതിൻ്റെ ചർച്ചകൾ നടന്ന് സത്യം ചെയ്ത് ജസ്റ്റ് ഈ മക്ബറയിലൊക്കെ പോയി സന്ദർശിച്ചിട്ടാണ് ഇവിടുന്ന് പോവുക. ഇവിടുന്ന് ഏത് കളവ് പറഞ്ഞവനും ഇവിടെ ഒരു വിശ്വാസമാണ്, ഇവിടെ വെച്ച് സത്യം ചെയ്താൽ അത് തീരുമാനമാവും എന്നുള്ളൊരു നമ്മുടെ പൂർവികന്മാർ മുതലുള്ള വിശ്വാസമാണ്. അവിടെയാണ് ഇപ്പോൾ ഞാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ പള്ളിയുടെ ഉള്ളും കൂടി ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തട്ടോ. അപ്പോൾ നമ്മുടെ ഒരുപാട് പഴക്കമുള്ള കൊടിഞ്ഞിപ്പള്ളിയുടെ ഉള്ളിലാണ് ഞാനുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി സത്യം ചെയ്യാനും ഇതിനൊക്കെ വരുന്നത് അത് വേറെ സെപ്പറേറ്റാണ് അവിടെ. അത് നിങ്ങൾക്ക് കാണിക്കാം, ശബ്ദം താഴ്ത്തിയേ സംസാരിക്കാൻ പറ്റുള്ളൂ, പള്ളിയല്ലേ. അപ്പോൾ അതിൻ്റെ അകത്താണ് കൊടിഞ്ഞിപ്പള്ളിയുടെ അകമ്പാകാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളെ പഴയ പൂർവികരൊക്കെ ഇപ്പോഴും ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇവിടെ ഈ പള്ളിയിലേക്ക് ഞാൻ പറഞ്ഞില്ലേ സത്യത്തിന് നമ്മൾ ഒത്തുതീർപ്പിനൊക്കെ വെക്കുന്ന ആ ചെറിയ പള്ളിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ആളുകൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നത്. അപ്പോൾ അതിനുള്ളിലേക്ക് ചിലപ്പം കയറാൻ പറ്റില്ല, അവിടെ എന്തോ ചെറിയ ഒരു മീറ്റിംഗ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ കൊടിഞ്ഞി സത്യം ചെയ്യാൻ വരുന്ന കൊടിഞ്ഞി പള്ളീൻ്റെ ഈ ചർച്ചക്കൊക്കെ വെക്കുന്ന ആ പള്ളിയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ആ ചർച്ചോ ആളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഓക്കെ, കൊടിഞ്ഞി ജുമാ മസ്ജിദ് കേട്ടോ. അകത്ത് ആളുണ്ട്, ഇതുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ചെരുപ്പുകളൊക്കെ അവിടെ ഉണ്ട്. അവിടെ ഒരു ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ കയറാൻ പറ്റില്ല. ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടെങ്കിൽ എന്താ പള്ളിയുടെ ഭംഗിയെന്നറിയോ, ഒന്നും പറയാനില്ല, ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇവിടെ സത്യം, അതുപോലെ തന്നെ ചർച്ചകൾ, അതുപോലെ തന്നെ തർക്കങ്ങളൊക്കെ ഇവിടെ നിന്ന് ഒത്തുതീർപ്പാക്കുന്ന പറയുന്നത്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കൊടിഞ്ഞിപ്പള്ളിയുടെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ അകത്തൊരു ചർച്ച നടക്കുന്നതുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നില്ല. ഓക്കെ, നല്ല അടിപൊളി മധുരമുള്ള അടിപൊളി സൂപ്പർ മാങ്ങ ഉണ്ട് അവിടെ. പള്ളിൻ്റെ തന്നെയാണ് അവിടെ സെക്രട്ടറിനോട് ചോദിച്ചിരിക്കണം കേട്ടോ. ചോദിച്ചാണ് അവിടെ നിന്നത്. അടിപൊളിയല്ല, ഒരാളവിടെ മാങ്ങ തരണത് കേട്ടോ. മുച്ചിലോട്ട് കണ്ടില്ലേ, നമ്മളെ മോന് മാങ്ങന്റെ ആളാണ്. ഓലെ റൂമിലുണ്ട് കുട്ടികളെ പെറുക്കിയിട്ട് കവറിലാക്കി കൊണ്ടുവച്ചിക്കണ്. മോനൊരു പറ്റിയ മോന് പണി വെച്ചു. അതെ, അപ്പോൾ ഉസ്താദ് ഒരു കല്യാണത്തിന് പോയതാണ്. ഉസ്താദ് വന്നിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ, അതിനാണ്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഏതായാലും മോന് നേരെ വന്നേക്ക് കല്യാണത്തിന് പോയി. മോന് കല്യാണത്തിന് പോയി. അവരെ കൂടുതൽ ഞങ്ങൾ ഇവിടെ പുറത്തായി, ഞങ്ങള് പൊട്ടനായി. ഓൻ കല്യാണത്തിന് പോയി. ചക്കന്മാരെ മൂച്ചുണ്ടല്ലേ ഞങ്ങൾ. ഇഷ്ടം പോലെ മാങ്ങണ്ട്, നല്ല ടേസ്റ്റുള്ള അടിപൊളി മാങ്ങ കേട്ടാ. എന്തോ ഒരു സ്നേഹം എന്നറിയോ, സ്വന്തം ജ്യേഷ്ഠന്മാര് വരെ അങ്ങനെ കൊണ്ടുപോയി പിടിച്ചു കൂട്ടിയിട്ട് കല്യാണത്തിന് കൊണ്ടുപോയി ഇങ്ങനെ തോളിൽ കൈയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അമ്മമാര് കൊണ്ടുപോയി മൂത്ത കുട്ടികളെ. എന്തോ ഒരു സ്നേഹം കണ്ടപ്പോ തന്നെ സമാധാനമായി എനിക്ക്.
തലയെക്കട്ട കോലൊക്കെ തന്നെ കെട്ടി കൊടുത്ത് വന്നിട്ട് കാണാം കേട്ടാ, വന്നിട്ട് കാണിച്ചു തരാം ഞാൻ. ഓക്കെ, അപ്പോൾ മാങ്ങ കണ്ടില്ല നിങ്ങൾ? മാങ്ങ കള്ളത്തി ഇതാട്ടാ, കണ്ടില്ലേ? ഇതാ മാങ്ങ കള്ളത്തി, ഇഷ്ടം പോലെ മാങ്ങ. അത് നല്ല ടേസ്റ്റുള്ള അടിപൊളി മാങ്ങ. അപ്പോൾ മോനെ നിൽക്കുന്ന നമ്മളെ കൊടിഞ്ഞിപ്പള്ളീൻ്റെ കുളം കണ്ടില്ല നിങ്ങൾ? വർഷക്കാലത്ത് ഇവിടെ എല്ലാം ഫുള്ള് നിറഞ്ഞ് കവിയുന്നാണ് പറയണത്. അതുപോലെ തന്നെ അവർക്കുള്ള ബാത്റൂം ഇതാ പകൽ സമയത്ത് ഉപയോഗിക്കാനുള്ള, രാത്രി റൂമിൽ തന്നെ ഉണ്ട്, പകൽ സമയത്ത് ഉപയോഗിക്കാനുള്ള ടോയ്ലറ്റ്, അതുപോലെ കുളിക്കാനുള്ള സൗകര്യത ഇവിടെയാണ്. കണ്ടില്ലേ? ഇവിടെ കുട്ടികൾക്ക് ഇങ്ങനെ വെച്ച് തിരുമ്പാൻ അരക്കാനുള്ള വലിയ കല്ലുകളുണ്ട്, സുഖമായിട്ട് അലക്കാം. ഇതൊരു കല്ല് കൊണ്ടുപോയില്ലേ? ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്കൊക്കെ കണ്ടില്ലേ? ഇവിടെ മൊത്തം അങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ട്. സമാധാനം. ഈ കല്ല് തിരുമ്പാൻ കല്ല് എന്റെ മാളുവിന് ഇതിമ്മ തിരുമ്പാൻ പൂതിയുണ്ടാരോ? ഞാൻ തിരുമ്പൂല. പൂതില്ല. ഈ പൈപ്പിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം എടുത്ത് കാണേ, ഇവിടുന്ന് വെള്ളം എടുത്ത് കണ്ടാണ് കുളിക്കാണ് ഇതിന്റെ അകത്തേക്ക് കയറാ. ഇതുണ്ടില്ലേ? അതായത് കക്കൂസ് വേറെയും കുളിക്കാനുള്ള ഇത് വേറെയാണ് കേട്ടോ. അതിൽ ഓൺലി കുളിക്കാൻ മാത്രമുള്ളതാണ്. ഇവിടെയൊക്കെ കുളിക്കാൻ സൗകര്യമുണ്ട്. കിണറ് ഇവിടെ. ചിലപ്പോൾ നിങ്ങൾ എല്ലാ കൊടിഞ്ഞിപ്പള്ളിനോട് ബന്ധപ്പെട്ട വീഡിയോ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇത് ഇതിന് കല്യാണത്തിന് വയ്ക്കണേ. അപ്പോൾ ഞങ്ങൾ ഈ ഉസ്താദ് വരുമ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അപ്പോൾ നമുക്ക് ആ ഗ്യാപ്പിൽ വീഡിയോ ഫുള്ളായിട്ട് ഉൾപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതിൽ എത്രയും ഭാഗങ്ങൾ ചിലപ്പം കൊടിഞ്ഞിപ്പള്ളിൻ്റെ വീഡിയോയിൽ മറ്റു ചിലരൊക്കെ ചെയ്ത വീഡിയോയിൽ ഉൾപ്പെട്ടോളണമെന്നില്ല. അപ്പോൾ അത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണ്ടേ? എല്ലാവരും കാണട്ടെ. അതെ അതെ തീർച്ചയായിട്ടും. അപ്പോൾ മേലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ മോനെ ഇവിടെ ആക്കി പോവുകയാണ് ട്ടാ ട്ടാ. എനിക്കൊരു ഉമ്മട്ടിക്ക ഞങ്ങൾ പോവാണ്. ആ മോനാണ്. കേട്ടാ. അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ മോനുവിനെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ പോവുകയാണ്, തിരിച്ചു പോവുകയാണ്. ഈ സീറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ശൂന്യമായിട്ട് പോരാന്. അതിൻ്റെ ഇടയിൽ വണ്ടി ഒന്ന് പഞ്ചറായപ്പോ ഒക്കെ ചെയ്ത് ഇങ്ങനെ പഞ്ചറായി. അപ്പൊ നമ്മള് കുറച്ച് ചില്ലറ പൈസ, അതെ ചില്ലറ പൈസ എടുത്ത് വെച്ച് അവന് കൊടുക്കാൻ, അത് അതിന്റെ ഇടയിൽ മറന്നുപോയി. പിന്നെ അങ്ങനെ പോയിട്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. രണ്ടാമത് അങ്ങനെ പോയി. ആള് അവിടുന്ന് ഇറങ്ങി വന്ന് ആ കള്ളിത്തുണിയൊക്കെ എടുത്തിട്ട് ഏതായാലും ആളവിടെ പെട്ടെന്ന് തന്നെ അവരായിട്ടൊക്കെ കമ്പനിയായി. നമ്മക്ക് ടെൻഷൻ, ഓനക്ക് ടെൻഷൻ ഇല്ല ശരിക്കും പറയാ. ഓനക്ക് സങ്കടം ഒന്നുമില്ല. അവിടെ ചെന്ന് തലകെട്ടിട്ടാൻ പഠിച്ച് എല്ലാരും കൂടി ആയിട്ടാണ് പോണേ. ചെന്നൈക്ക് കല്യാണത്തിന് വയ്ക്കണേ അല്ലേ? പറഞ്ഞ നമ്മള് പറഞ്ഞു നേരത്തെ കല്യാണത്തിന് പോയി ഒക്കെ വന്ന്. ഏതായാലും ആളവിടെ ആക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഇനി നല്ലത് വരട്ടെ, നല്ലൊരു നിലയിൽ എത്തട്ടെ. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം അല്ലേ? അപ്പൊ ഞങ്ങള് വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഇൻഷാ അല്ലാഹ്. ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തുനിന്ന്. ഓന് പിന്നെ അവിടുന്ന് പറഞ്ഞില്ല കല്യാണം ഉണ്ടായതുകൊണ്ട് ബിരിയാണി കഴിച്ചു. അപ്പൊ ഞങ്ങള് പുറത്തുനിന്ന് തിന്നുകാണ്ട് അതിന്റെ ശേഷം ഓനക്ക് അത് വീണ്ടും ഒന്നും കൂടി പോയി ചില്ലറ എന്തെങ്കിലുമൊക്കെ എല്ലാ കുട്ടികളും എന്തെങ്കിലുമൊക്കെ അവിടെ പുളിച്ചാറൊക്കെ കൊണ്ട് നിന്നുണ്ട്. അതെ ദാറുലുദിന്റെ രീതിയിൽ പഠിപ്പിക്കണേ. അവിടുത്തെ കിതാബും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു. പിന്നെ എന്നോട് ചോദിച്ചു അവിടുന്ന് ഉസ്താദന്മാരൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ ആദ്യം വിചാരിച്ചു എന്തേ ഇപ്പൊ ചോദിക്കണം. ഉസ്താദന്മാർ എന്നോട് ചോദിച്ചു പിന്നെ കുട്ടികള് എന്തെങ്കിലുമൊക്കെ നമ്മള് വേണ്ടാത്ത കാട്ടിനുണ്ട ചെറുതായിട്ട് പേടിപ്പിക്കും, ഇതൊക്കെ ചെയ്യും, അച്ചടക്കം ചെയ്യിക്കും. അതിനൊക്കെ കുട്ടികളിങ്ങനെ ആണ്ട് വിളിച്ചു പറഞ്ഞാൽ നിങ്ങളത് വലിയ വിഷയമാക്കി എടുക്കുക. ഇപ്പം നിങ്ങൾ ഇന്നലെ ഇവിടെ വന്നു പോയതിൻ്റെ ശേഷം നിങ്ങൾ യൂട്യൂബേഴ്സാണെന്ന്. അപ്പോൾ നിങ്ങൾ പിന്നെ യൂട്യൂബിൽ പറയും, വീഡിയോ ചെയ്യും, വലിയ പബ്ലിസിറ്റി ആവും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഞങ്ങളങ്ങനെ കാര്യം നിങ്ങൾക്കും കുട്ടികളും വേറെ കുട്ടികളും നമ്മളങ്ങനെ ചെയ്യൂല. അങ്ങനത്തെ ആൾക്കാരല്ല നമ്മൾ. നിങ്ങൾ കുട്ടികളെ അച്ചടക്കം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ വളരട്ടെ, അതിനാണ് നമ്മളിവിടെ കൊടുന്നാക്കിക്കണേ. അപ്പൊ അവർക്ക് സന്തോഷമായി. നമ്മള് കുരുത്തക്കേടാട്ടിട്ട് കുട്ടികളെ ഒഴിവാക്കുക അങ്ങനെയൊന്നല്ലല്ലേ. നമ്മൾക്ക് നമ്മളെ മക്കള്
നേർവഴിയിലാവണം. അതെ, അതാണ് നമ്മളെ ആവശ്യം. അപ്പൊ ഉസ്താദന്മാര് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്നത്തൊക്കെ ഇന്ന് നിങ്ങളെ ഒക്കെ ഇട്ടാളിട്ടാ നല്ല മാന്യമായ രീതിയിൽ വീഡിയോ ചെയ്യണേൽ യൂട്യൂബിൽ തെറ്റില്ല എന്ന് പറഞ്ഞു ഉസ്താദ്. കുഴപ്പമില്ല അല്ലേ? അപ്പൊ നല്ല രീതിയിൽ നമുക്ക് നല്ല സന്തോഷമായി ഉസ്താദിന്റെ വാക്കുകള്. നല്ലൊരു ഉസ്താദാണ്. കാരണം എല്ലാരും ഇതിനെ യൂട്യൂബ് ഭയങ്കര അതെ പുച്ഛത്തോടെ കാണുമ്പോൾ മൂപ്പര് മാന്യമായ രീതിയിൽ മാന്യമായ ഡ്രസ്സ് ധരിച്ച് നല്ല രീതിയിൽ സത്യസന്ധമായ വീഡിയോ ചെയ്യണി തെറ്റൊന്നുമില്ല. അത് നിങ്ങളൊരു ഉദ്ദേശം ഇപ്പം ഞാൻ ഉസ്താദിനോട് പറഞ്ഞ നമ്മളെ ഉദ്ദേശം നല്ലൊരു കാര്യത്തിനല്ലേ, ഓൻ കുഴപ്പമില്ല സാരല്ല എന്നൊക്കെ പറഞ്ഞ് അൽഹംദുലില്ലാ ഭയങ്കര സന്തോഷമായി. എല്ലാ കാര്യം ചോദിച്ചറിഞ്ഞു കേട്ടോ ഉസ്താദ്, എല്ലാ കാര്യം പറഞ്ഞ്. ഏതായാലും പൊണ്ടയാക്കിപ്പോ നിഞ്ഞ് ഓൻ നേരായി കിട്ടണം, അത്രേ ഉള്ളൂ. എല്ലാം പറഞ്ഞു. എല്ലാരും പ്രാർത്ഥിക്കണം മോനു ഒരു മടുപ്പില്ലാതെ പോയി ഉഷാറാവാൻ, ബുദ്ധിമുട്ടില്ലാതെ നിൽക്കാന്. ഹോസ്റ്റലും സൗകര്യമൊക്കെ അടിപൊളിയാണ്. ക്യാൻറ്റീനും കുട്ടികളും പിന്നെ മൂത്ത കുട്ടികള് അത്രക്കും നല്ല പെരുമാറ്റമാണ്. ഒരു ജ്യേഷ്ഠനാനിയന്മാര് അങ്ങനെ കഴിയൂല, അത്രക്കും തോളിലൂടെ കൈയിട്ടിട്ട് വാടാന്ന് പറഞ്ഞിട്ട് കല്യാണത്തിന് ഇങ്ങനെ പിടിച്ചിട്ട് ഇവര് കൊറേ മുമ്പ് പരിചയമുള്ള മൈക്ക് ഒരു ചെക്കൻ വന്നുകാണ്ട് വാടാ അനങ്ങാണ്ട് പോകാൻ. എന്താ വെച്ചാൽ പുതിയ കുട്ടികളോട് അങ്ങനെ പുസ്തകം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. പുതിയ കുട്ടികൾ എത്ര സോഫ്റ്റ് ആയിട്ട് വിനയത്തോടെ സ്വീകരിക്കണം. എനിക്ക് കണ്ടപ്പോ തോന്നുക നമുക്ക് സ്നേഹമില്ല, ഓൽക്കല്ല സ്നേഹം. അത് ശരിക്കും നമ്മൾ ആകെ ചടച്ചിങ്ങാണ്ട് തിരിച്ചു പോകേണ്ടിയിരുന്നു വിചാരിച്ചു. പക്ഷെ അവര് ആ സ്നേഹബന്ധം സ്നേഹവും പരിചരണവും കണ്ടപ്പോ ആകെ ഭയങ്കര സന്തോഷായി. നമ്മള് മനസ്സമാധാനത്തോടെ തിരിച്ചു പോന്ന് അവിടുത്തെ എല്ലാം. അപ്പൊ കൊടിഞ്ഞിപ്പള്ളിയിലെ ദർശയിക്കോട്ടെ, അവിടുത്തെ സ്കൂൾ, അവിടുത്തെ നമ്മുടെ ഉസ്താദുമാര്, കമ്മിറ്റി, അവിടുത്തെ സെക്രട്ടറി, നിങ്ങൾക്ക് ആർക്കും ചേർക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യത്തിൽ കൊണ്ടുപോയി ആക്കിക്കോളി. ഒന്നും പറയാനില്ല. ഞാൻ നല്ല മനസ്സമാധാനത്തോടെ തിരിച്ചു പോരും. നല്ല അൽഹംദുലില്ലാ നല്ല ഡീസന്റ് പക്ക. അവിടുത്തെ സെക്രട്ടറി ഒക്കെ അവിടെ ഫുൾ ടൈം അവിടെ തന്നെയാണ്. എന്നോട് അവിടുത്തെ ഖത്തീബിലൊക്കെ പറയുന്നത് സെക്രട്ടറി എപ്പോഴും ഇവിടെ തന്നെയാണ്. അത്രയും നല്ല ശ്രദ്ധിച്ചുകൊണ്ടല്ലേ. നല്ലൊരു കമ്മിറ്റി, നല്ലൊരു നാട്ടുകാര്, നല്ലൊരു കൂട്ടായ്മ, നല്ലൊരു മഹല്ല്. അതെ. അപ്പോ അവിടുത്തെ വലിയ ഉസ്താദിനും പേര് എനിക്ക് ഓർമ്മയില്ല, നല്ല ഉസ്താദിനും എല്ലാവർക്കും ഒരുപാട് താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചേർക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യത്തിൽ എല്ലാ കാര്യം കൊണ്ടും അതെ കുട്ടികൾ സേഫ് ആണ്. അതെ, കൊടിഞ്ഞിപ്പള്ളിയിലെ ദർശനം എന്ന് വെച്ചാൽ അതേനെ. അപ്പൊ അവിടെ എല്ലാ സ്പെഷ്യാലിറ്റി നമ്മൾ അറിയാൻ കിടക്കണുള്ളൂ. ഇപ്പൊ ഉള്ളതിനെ ഫുൾ അറിഞ്ഞ ഒരു മട്ടായി. പിന്നെ ഇവിടുന്ന് ആണ്ടുള്ളതും നല്ല തന്നെയാണ് ഈ കാര്യം ഉറപ്പും അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഏതായാലും ഞങ്ങള് പോവാണ്. ഇനിയിപ്പോ കൂടുതലൊന്നും പറയാനില്ല. നമുക്ക് നാളെ പുതിയ വീഡിയോ ആയിട്ട് പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ആയിക്കോട്ടെ. എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.